ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് വോവൻ വീൽ റോസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതാണ് വോവൻ വീൽ റോസ്. ഞാൻ ഒരു സാരിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഡെയ്സി ഡെയ്സി ലീഫാണ്. ഇത് മിറർ വർക്കാണ്. വോവൻ വീൽ റോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു റൗണ്ട് വരഞ്ഞെടുക്കുക. അതിനുശേഷം സെൻട്രൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം 5 പോയിന്റുകൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതുപോലെ കുത്തിയെടുക്കുക. സെൻട്രൽ കുത്തുക. വീണ്ടും ഇവിടുന്ന് കുത്തിയെടുക്കുക. ഇതുപോലെ 5 ലൈനുകൾ വരച്ചിട്ട് നമ്മളിങ്ങനെ കുത്തിയെടുക്കുക. അതിനുശേഷം സെൻട്രൽ കൂടി നീഡിൽ മുകളിലേക്ക് ഉയർത്തിയെടുക്കുക. വളരെ എളുപ്പമാണ് ചെയ്യാൻ, സിമ്പിളാണ്. ഒരു ലൈനിൻ്റെ മുകളിൽ കൂടി അടുത്ത ലൈനിൻ്റെ താഴെ കൂടി നീഡിൽ കറക്കിയെടുക്കുക. ഇത് ആദ്യം തുന്നിയത് മുകളിൽ കൂടി പോയതാണ് നീഡിൽ. ഇനി താഴെ കൂടി എടുക്കണം. അതിനാണ് 5 ലൈന് വരയ്ക്കുന്നത്. ഒന്നിൻ്റെ മുകളിൽ കൂടി അടുത്തതിൻ്റെ താഴെ കൂടി. ഇവിടെ മുകളിൽ കൂടി താഴെ കൂടി, മുകളിൽ കൂടി ഇതിൻ്റെ താഴെ കൂടി, ഇത് മുകളിൽ കൂടി ഇതിൻ്റെ താഴെ കൂടി. നമ്മൾ എംബ്രോയ്ഡറി തുന്നുമ്പോൾ ഒരിക്കലും വലിച്ചു മുറുക്കരുത് നൂല്. അപ്പോൾ അതിൻ്റെ ഭംഗി ഇല്ലാണ്ടാവും. ഒരുപാട് ലൂസാക്കാനും പാടില്ല. കറക്റ്റ് അളവിൽ ചെയ്യുക. ഈ റൗണ്ടിൻ്റെ വലിപ്പം കൂടുവാണെങ്കിൽ നമ്മൾ ഈ കൊടുത്ത ലൈനുകൾ 7 എണ്ണം ആക്കണം. ചെറിയ പൂവാ തുന്നുന്നതെങ്കിൽ 3 ലൈൻ മതിയാവും. ഇന്ന് തന്നെ എല്ലാവരും ശ്രമിച്ച് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ചുരിദാറിൻ്റെ നെക്കുകളിലൊക്കെ ചെയ്യാം. വളരെ ഈസിയാണ്. നോക്ക്, സിമ്പിളാണ്. ഒരുപാട് വലിക്കരുത്. വലിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോവും. ഹാൻഡ് എംബ്രോയ്ഡറിയിൽ ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഫ്ലവറാണിത്. ഒരുപാട് വലിച്ചു മുറുക്കാതെ ഇത് ചെയ്യണം. ആറ് ഇഴ നൂലാണ് ഞാനിതിന് എടുത്തിരിക്കുന്നത്. സാധാരണ നൂലാണ് ഈ പൂ സ്റ്റിച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ നൂലാണ്. ആവശ്യമുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ മുത്തുകൂടി ഇവിടെ വെച്ച് കൊടുക്കാം.
ഈ മുത്ത് തുന്നുമ്പോൾ 2 വട്ടം തുന്നണം. ഇതാണ് വോവൻ വീൽ ഫ്ലവർ. നിങ്ങൾ എല്ലാവരും ഇത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കണം. ഇത് ഞാൻ എൻ്റെ സാരിയിൽ ചെയ്ത വർക്കാണ്. വോവൻ വീല്, ലേസി ഡേസി, മിറർ വർക്ക്. താങ്ക് യു.